ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ, നമ്മൾ സ്ത്രീകളായാലും കുട്ടികളായാലും സ്ഥലങ്ങൾ പോകാതെ അടുക്കളയിൽ തന്നെ ചുരുണ്ട് കൂടിയ ആളുകളില്ല. അവർക്കൊക്കെ ഒന്നൊരു റിലാക്സിന് ശരിക്കും ഇവിടെ വരാൻ പറ്റില്ല. ന്യൂ കട്ടിൽ അവർക്ക് അത്യാവശ്യം ചായ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മളെ മസ്കറിൻ്റെ ആളുകൾ ഇവിടെ കാണാം. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് പാലത്തിങ്കൽ ന്യൂ കട്ടിലുള്ളത് ഞങ്ങളുടെ ഉസ്കലാസിന് കൂടെ ഉണ്ട്. അതേപോലെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങളുടെ ഷബീബ് അൽ പണ്ടാരി ഇവിടെ കൂടെ ഉണ്ട്, കേക്കലുണ്ട്. പക്ഷേ ഞാൻ ചെറിയ വെറുതെ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഒരു യാത്രയിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത്. ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നത്. നിങ്ങൾ ദീനി ദൈവത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല, സ്വാഭാവികം. ഇവിടെ കണ്ടോ രസമാണ്. വൈകുന്നേരം ആളുകൾ കുറേ ഉണ്ടാവും ഇവിടെ. ശരിക്കും ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പൊക്കെ വന്നപ്പോൾ ഇതൊക്കെ വെള്ളമുണ്ട്. ഇവിടുന്ന് ഭംഗിയല്ല കാണാൻ. പക്ഷേ അത് ബാക്കി നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. പ്രത്യേക വൈബ്. ശബിയ ഇവരിത് എങ്ങോട്ടോ കൊണ്ടുപോകണ്ടിട്ടാ. പോയൊക്കെ ഏതായാലും അവിടെ ഇതാ സ്പോട്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ മന്ത്രി റിയാസ് എന്ന് കണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ പഴയ മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ വന്നു. നമ്മളിതൊക്കെ സംസാരിച്ചിരുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നീന്തലറിയാത്തവരും ലഹരി വസ്തുക്കളാണ്, അതൊന്നും ഇവിടെ പറ്റില്ല, ശ്രദ്ധിക്കണം. പൊളി സ്ഥലം. അവിടെ ഇനി എവിടേക്ക് പോണേ? കൊടിഞ്ഞി ന്യൂ കട്ട്, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. മീനുണ്ടോ? ഇവിടെ കാട് പാറ കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ ചാടിയാന്ന് വിചാരിച്ചു. പാറല്ലാണ് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. പെട്ടെന്ന് കണ്ടപ്പോൾ ചാടിയാന്ന് വിചാരിച്ചു. പാറയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്തായാലും പുറത്ത് പോണേ. മീനൊക്കെ കിട്ടണം ഇവിടെ. ചൂണ്ട ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമല്ലേ? ആൽബം ഷൂട്ടാ? തേങ്ങ. അവിടെ ഒരു കാക്ക ചൂണ്ടലുണ്ട് കേട്ടോ, കാണണ്ടറിയില്ല. അതാ അവിടെ. നല്ല ഒഴുക്കുണ്ട്.
അൽഫാത്ത ടീംസിന് ഫോട്ടോ എടുത്ത് കൊടുക്കാട്ടോ. എന്നാ കാണി. അവിടെ ഒരു കാക്ക ചൂണ്ടലുണ്ട്, നമ്മൾ അതുകൊണ്ട് പോകാൻ പറ്റുമോ നോക്കാം. കുട്ടികളുടെ സ്വഭാവം. ഇവിടേക്ക് വരുന്ന ലൊക്കേഷന് കാര്യങ്ങൾ എങ്ങനെ? ആ നോക്കട്ടെ, ഇത് എവിടെ ഏരിയ കറക്റ്റ് പറഞ്ഞു കൊടുത്താ? ഇത് പാലത്തിങ്ങന്ന് വരുമ്പോൾ ന്യൂക്കട്ട് എന്ന സ്ഥലം. ഇവിടെ കുറേ ആൽബംസ് അങ്ങനത്തെ ഒക്കെ ഷൂട്ടിങ് നടന്നു. ആ മുള്ളംകൊല്ലി വേലായുധന്, മരം തൂങ്ങി വേലായുധന്, അതൊക്കെ സിനിമ ഷൂട്ടിങ് പറയാം. അങ്ങനെ സിനിമ ചെമ്മാട്ടിന്ന് വരുമ്പോൾ എങ്ങനെ എളുപ്പം? കൊടിഞ്ഞി റോഡാ. ചെമ്മാട്ടിന്ന് വരുമ്പോൾ നമ്മൾ പമ്പോസിലൂടെ ഇങ്ങനെ കോങ്ങോട്ടോട്ടാണ് കയറിയത്. പാലത്തിമന്ന് ജംഗ്ഷൻ ന്യൂക്കട്ടിലാ? ന്യൂക്കട്ട്. അവിടെ മീനും കിട്ടും. നടന്നൊരു ഘോര വനത്തിലേക്കാട്ടോ കടന്നു പോകുന്നു. നമ്മൾ അങ്ങോട്ട് പോയാലോ? അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെയൊക്കെ. ചൂണ്ടലുണ്ട് കേട്ടാ. ഇവിടെ ചൂണ്ടലിന് കൊടുന്നാലോ? ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് ഇല്ലടാ, ഫുഡൊക്കെ കൊണ്ടുവരാൻ നോക്കി. എന്നിട്ട് ചൂണ്ടലിടുക, ചെറിയൊരു കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഇവിടെ നടന്നു വയ്ക്കും. തളമാടി കണ്ട് ഫാമിലി ആയിട്ടൊക്കെ അടുത്ത് നമ്മളടുത്ത് ഇങ്ങനെ സ്ഥലം ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. ഓ, അപ്പോൾ ആളില്ലാത്ത സമയത്ത് തന്നെ. ഫാമാ അപ്പോൾ പാറിപ്പോയടാ. നല്ല മീനാട്ടോ ഇവിടെ. ഫാമാ തോന്നണേ. അതിന് കമ്പിയെ കെട്ടി, കമ്പിയിലേക്ക് ഉണ്ട്. ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. അത് വേടാ, ഇത് ലെങ്ത് ആയാലും ആളുകൾക്ക് ബുദ്ധിമുട്ട്. നമ്മൾ ആളുകൾക്ക് നിങ്ങളെ വീഡിയോ ഒരുപാട് ഇനിയും കാണുന്നുണ്ട്. ഇതിന് കമന്റുകളൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചു. ഇങ്ങനത്തെ വീഡിയോകളാണ് ഇനിയും വേണ്ടതെന്നൊക്കെ ഒരുപാട് കമന്റുകൾ. നമ്മളെ വെറൈറ്റി സ്ഥലങ്ങള് ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ, നമ്മൾ സ്ത്രീകളായാലും കുട്ടികളായാലും സ്ഥലങ്ങൾ പോകാതെ അടുക്കളയിൽ തന്നെ ചുരുണ്ട് കൂടിയ ആളുകളില്ല. അവർക്കൊക്കെ ഒന്നൊരു റിലാക്സിന് ശരിക്കും ഇവിടെ വരാൻ പറ്റില്ല. ന്യൂക്കട്ടിൽ അവർക്ക് അത്യാവശ്യം ചായ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മുടെ മസ്കറിൻ്റെ ആളിന് ഇവിടെ ചായ കച്ചവടം. അവർക്ക് ആണെങ്കിൽ ലൈറ്റായിട്ട് ചായ കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കാനുള്ള സൗകര്യം. ശരിക്കും ഒരു മാസത്തിൽ ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ പോകണല്ലേ? തീർച്ചയായും ഒരു വർഷത്തിൽ വലിയൊരു ട്രിപ്പ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം നമ്മൾ. അതാ എന്താ ഒരു ഇതുണ്ടല്ലോ, ഷാഫി മാമ് പറഞ്ഞൊരു എന്തോ ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ അച്ചാർ മുക്ക് എന്തോ അച്ചാറെന്താ പോലെയാണെന്നാ ഷാഫി മാമ് പറഞ്ഞില്ലേ? കാക്കോടെ ചൂണ്ടലുണ്ട്. ഷാഫി മാമല്ലേ? ഇവരുടെ ഇവിടെ ഹദീസും ഖുറാനൊക്കെ ഓതുന്നുണ്ട്. ഷാഫി മാമ പറഞ്ഞൊരു ഞാൻ വായിച്ചിട്ടുണ്ടത്. അതല്ലേ ഖുറാനില്ലടാ, സീറോ ഫില്ലർ എന്നുള്ള ആയത്തൊക്കെ അല്ലേ? എല്ലാവരും പ്രകൃതി കാണട്ടെ, ഹലാലായ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യട്ടെ. നമ്മളെല്ലാ ആലിമൂത്തല്ലിയും നമ്മൾ പറഞ്ഞില്ല, എല്ലാം നമ്മളിട്ടുണ്ട്. ബാലൻസ് ചെയ്യണ്ട പിലാസ്. നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, പക്ഷേ അത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. ഇവിടെ കട്ടനടിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. ഇവിടെ ചൂട് കട്ടനാട്ടാ.
വെച്ചിട്ടാ മതി.